അതിരടി കിടുക്ക് പടം, അടിപൊളി പടം. ഈ അടുത്ത് കണ്ടതിൽ തിയേറ്ററിൽ ഇരുന്ന് ഫുൾ വൈബിൽ എൻജോയ് ചെയ്ത ഒരു സിനിമയാണ്. യൂത്തിന്റെ പൾസ് അറിഞ്ഞിട്ടുള്ള സിനിമ. യുവാക്കളൊക്കെ വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ഇതിലെ ഓരോ രംഗങ്ങളും ഇത് കാണുന്നത്. അരുൺ അനിരുദ്ധനാണ് സിനിമയുടെ സംവിധായകൻ. ബേസിൽ ജോസഫ് ആണ് സിനിമയിൽ നായകനായിട്ട് വരുന്നത്, സാംകുട്ടിയായിട്ട് എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ടൊവിനോ തോമസ് കുട്ടൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. അല്പ നെഗറ്റീവ് ടച്ചുള്ള കോമഡിയുള്ള ഒരു കഥാപാത്രമാണ്. ബേസിലിന്റെ ഒരു പാവത്താനായിട്ടുള്ള കോളേജില് എല്ലാവരാലും കളിയാക്കപ്പെടുന്ന യാതൊരു കഴിവുമില്ലാത്തൊരു കുട്ടി. പലപ്പോഴും എന്നെയും എൻ്റെ കൂടെയുള്ള അനന്തഗോപനെയും അവരൊക്കെ കോളേജിൽ പഠിച്ചപ്പോൾ നേരിട്ട കുറെ സാഹചര്യങ്ങളും, ചിലരുണ്ട്, ഒരുപാട് പേര് പേര് പറയാനുണ്ട്, പക്ഷെ അവരൊക്കെ അത് സമ്മതിച്ചു തരത്തില്ല. നമ്മളൊക്കെ ഇതൊക്കെ സമ്മതിച്ചു തരും, അതുകൊണ്ട് വേറെ പ്രശ്നമില്ല. അങ്ങനെ കോളേജിലെ ആ വ്യക്തികളുടെ ലൈഫ്, അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ബേസിലിന്റെ കഥാപാത്രവുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് കണക്ട് ചെയ്യാൻ നല്ല രീതിയിൽ പറ്റി എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. സിനിമയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ പവർ ഓൺ ആണ്. ആദ്യം തന്നെ ഒരു സെന്റി സീനോട് കൂടി നമുക്ക് അറിയാവുന്ന ഒരു സംഭവം, നമ്മുടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കോളേജിൽ നടന്ന ഒരു സംഭവം വെച്ചിട്ടാണ് സിനിമ തുടങ്ങുന്നത്. അതിനുശേഷം സിനിമ വീണ്ടും മറ്റൊരു ലെവലിലേക്ക് മുമ്പോട്ട് പോകുന്നുണ്ട്. സിനിമയിലെ ഏറ്റവും എടുത്തു പറയേണ്ടതിലെ കാസ്റ്റ്, എല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ള കാസ്റ്റ് ആയിരുന്നു. റിയ ഷിബു പക്ഷേ ഈ സിനിമയിൽ മികച്ച ഒരു പ്രകടനവും പെർഫോമൻസും എല്ലാമായിരുന്നു. പക്ഷെ ഗ്ലാമർ ഇത്തിരി കുറഞ്ഞോ എന്നൊരു സംശയം. സർവമായയിലെ അത്രയും സൗന്ദര്യം ഈ സിനിമയിൽ റിയ ഷിബുവിന് ഇല്ലായിരുന്നു. കോളേജ് കുട്ടിയായിട്ട് വന്നതുകൊണ്ടായിരിക്കാം മേ ബി, അല്ലെങ്കിൽ ഡെലൂലു എന്ന് പറയുന്ന കഥാപാത്രം നമ്മുടെ മനസ്സിൽ അത്രയും ഉള്ളിൽ പതിഞ്ഞത് കൊണ്ടായിരിക്കാം. വാട്ടവർ, ഇതിലെ റിയ ഷിബുവിന്റെ തന്നെ ഡയലോഗ് വാട്ടവർ, അത് നമ്മൾ നോക്കുന്നില്ല. കഥാപാത്രം അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശാന്തിയുള്ള ദിനേശനായി പുള്ളി ഈ സിനിമയിൽ ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. കുറെ പേരുണ്ട്, കോമഡിയും മറ്റുമൊക്കെ ആയിട്ട് കുറെ യൂത്തിലെ കുറെ പയ്യന്മാരുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ വഴി നമുക്ക് അറിയാവുന്ന കുറെ ആൾക്കാരുണ്ട്. പിന്നെ ഈ ഒരു റോള് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായ വിനീത് ശ്രീനിവാസനായിട്ട് തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. ശ്രീനിവാസന്റെ അതേ രീതിയിലുള്ള സാറ്റിയർ, സ്വയം കളിയാക്കൽ എല്ലാം നല്ല രീതിയിൽ തന്നെ വിനീത് ഈ സിനിമയിൽ തന്റെ കഥാപാത്രത്തിലൂടെ ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഗസ്റ്റ് ആയിട്ട് ഷാൻ റഹ്മാൻ വരുന്നുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല, ആ സർപ്രൈസ് ഞാൻ പൊളിക്കുന്നില്ല. പക്ഷെ കിടില ഒരു ഗസ്റ്റ് ഉണ്ട്. തിയേറ്റർ ആ വ്യക്തിയെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ 2020 ബാബു ആന്റണിയൊക്കെ വരുന്ന രീതിയിലുള്ള ഇൻട്രോ ആണ് പുള്ളിക്കുള്ളത്. കിടിലം. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ യൂത്തിന്റെ പൾസ് അറിഞ്ഞിട്ടാണ് ആ ഒരു ഗസ്റ്റിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് നിങ്ങൾ സിനിമ കണ്ടു തന്നെ ആ ഗസ്റ്റ് ആരാണ് എന്താണ് എന്ന് മൊത്തത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സിനിമയില് പിന്നെ ചെന്നൈ പാസും കളിയാക്കലൊക്കെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. ഈ സിനിമ ഇത്രയും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസും ആയിരുന്നു. എല്ലാം മൊത്തത്തിൽ എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. ഈ സിനിമയിൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ കുറച്ചുകൂടെ കണക്ട് ചെയ്യുന്നതിന്റെ മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത്, ഇവരെല്ലാവരും തമ്മിലുള്ള സൗഹൃദമാണ്. ടൊവിനോ ആയാലും ബേസിലായാലും വിനീത് ആയാലും ഇവരെല്ലാവരും ഒരു നല്ല കൂട്ടാണ്. ആ കൂട്ട് അവരുടെ വർക്കിലും കൃത്യമായിട്ട് നമുക്ക് കാണാനുണ്ട്. ടൊവിനോ അല്പം നെഗറ്റീവ് കഥാപാത്രമാണ്. ചിലരെല്ലാം ടൊവിനോയുടെ കഥാപാത്രത്തെ അങ്ങ് വലിയ എന്തോ സംഭവമാണെന്നൊക്കെ പറഞ്ഞൊക്കെ എന്റെ കൂടെ ഇരുന്ന ആള് ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോഴത്തെ ബേസിലിന്റെ കഥാപാത്രമായിട്ടായിരുന്നു എന്റെ ടീം അതായിരുന്നു. എന്റെ കൂടെയുള്ള അനന്തഗോപനായിരുന്നു, അവൻ ടൊവിനോയുടെ ടീമാണ്. എന്തായാലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആ സിനിമയുടെ ഫ്ലോ അനുസരിച്ച് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണുക. പിന്നെ ഇതിന്റെ അകത്ത് ഒരു ഗാനമുണ്ട്, ആ ഗാനമൊക്കെ സർപ്രൈസ് ആണ്. അതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ കൂടുതൽ റിവീൽ ചെയ്യുന്നില്ല. സിനിമയുമായിട്ട് കഥയുമായി മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ അത് ആ രീതി തന്നെ ആ ഗാനം അതിന്റെ സിനിമ കഥയുമായിട്ട് ചേർന്ന് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. കുറച്ചൊക്കെ ഇടയ്ക്ക് ടെൻഷൻ അടിച്ച് ബേസിലായി തന്നെ എനിക്ക് തോന്നിയതുകൊണ്ടാവാം എനിക്ക് കുറച്ചൊക്കെ ടെൻഷൻ അടിച്ച് നടക്കില്ല എന്നുള്ളൊരു തോന്നലൊക്കെ എനിക്ക് ഉണ്ടായത്. എന്തായാലും സിനിമ എന്നിലെ പ്രേക്ഷകൻ നല്ല രീതിയിൽ തൃപ്തി തന്നു. കടയ്ക്കൽ ശ്രീശൈലത്തിലാണ് ഞാൻ സിനിമ കണ്ടത്. ശ്രീശൈലത്തെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം, അതാണ് കുറച്ചുകൂടെ നല്ലത്. എന്തായാലും ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം. അത് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പം തന്നെ പോയി കാണണം. നമ്മൾ അതേ വൈബുള്ള ആൾക്കാരോടൊപ്പം തന്നെ പോയി കാണണം. എങ്കിൽ മാത്രമേ ഈ സിനിമ നമുക്ക് ആസ്വദിക്കാൻ പറ്റൂ. ആ രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് അതിരടി. അപ്പോൾ എല്ലാവരും സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. പ്രത്യേകിച്ച് ആ ക്യാമിയോ റോളിലെ കഥാപാത്രത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ